ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കണ്ണൂർക്കാരുടെ മുസ്ലിം മംഗലത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് നമ്മളെ സ്വന്തം അൽസ. ബിരിയാണിക്ക് മുന്നേ സെർവ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുത്തിയ ഗോതമ്പ്, അതായത് തോല് കളഞ്ഞിട്ടുള്ള ഗോതമ്പ്. അത് ഒരു 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണിത്. ഇതിപ്പോൾ കാണുന്നില്ലേ, നിങ്ങൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ 4 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇതിൽ. ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുമ്പം കുറച്ച് കൂടുതലായിട്ട് ചേർക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ആദ്യം തന്നെ പട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്പൈസസ് ഒന്നും കൂടാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് മാറാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ചേർക്കുന്നത് ഗ്രാമ്പുവാണ്. 2 ഗ്രാമ്പുവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഏലക്കായാണ് ചേർക്കുന്നത്. ഇനി അടുത്തതായി ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ചെറിയ 2 വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചേർക്കുന്ന വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. അടുത്തത് ചേർക്കേണ്ടത് സവാളയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ്. നിങ്ങൾ ചേർക്കുമ്പോൾ ഓർക്കണം, കൂടുതലായിട്ട് ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനി ഒരു സാധനം കൂടി ചേർക്കുന്നത് ചിക്കനാണ്. ഇത് നിങ്ങൾക്ക് ചിക്കന് പകരം മട്ടൺ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള ചിക്കനാണ്. ഇതിൽ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി. ഇനി കുക്കർ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. കുക്കർ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫസ്റ്റ് വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30 മിനിറ്റാണ് വേവിക്കേണ്ടത്. ഇതാ പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിലേക്കിട്ട് ചിക്കൻ പീസസ് എടുക്കുക എന്നുള്ളതാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺസ് എടുത്ത് മാറ്റാണ്. ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിലേക്കിട്ട സ്പൈസസും എടുത്ത് മാറ്റണം. സ്പൈസസിൻ്റെ ആവശ്യം ഇനിയില്ല, അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. ചിക്കൻ്റെ ബോൺസ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ ചേർക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പകുതിയോളം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. പണ്ടെല്ലാം എന്താണെന്ന് വെച്ചാൽ വലിയ സ്പൂണൊക്കെ വെച്ച് ഉടച്ചെടുക്കുക. ഇപ്പം നമുക്ക് എളുപ്പത്തിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. പേസ്റ്റ് പോലെ വേണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. അതായത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതും അടിക്കാത്തതും തമ്മിൽ നന്നായി ജോയിൻ്റായി വരണം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു വലിയ സ്പൂൺ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഞാനിപ്പോൾ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. 1ാം പാൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് 5 മിനിറ്റോളം ഒന്ന് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെക്കാം. അതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോസും കൂടി മിസ്സായിട്ടുണ്ട്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നെയ്യിൽ ഉള്ളി മൂപ്പിച്ചെടുക്കുക. നമ്മൾ ബിരിയാണിക്കൊക്കെ മൂപ്പിച്ചെടുക്കില്ലേ, അതുപോലെ ഇതുപോലെയാണ് നമ്മൾ എന്നിട്ട് അൽസ സെർവ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കാഷ്നട്ടും കിസ്മിസും